ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ നമ്മുടെ ശ്രുതി വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ നമ്മുടെ ശ്രുതി വന്നിരിക്കുകയാണ്. അവിടെ ശ്രുതി മാത്രമല്ല, നമ്മുടെ പഴയ ആ ഒരു PA ആയ നവീനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നവീന് ശ്രുതിയോട് ഇങ്ങനെ പൈസ ചോദിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഈ ഒരു സമയത്താണ് ശ്രുതി കയറി വന്നത്. ശ്രുതിയെ അകത്തേക്ക് കയറ്റിവിടാൻ സ്റ്റാഫുകൾ തയ്യാറായില്ല. അതിനെ തുടർന്ന് നമ്മുടെ ശ്രുതി പ്രശ്നം ഉണ്ടാക്കുകയും ഇത് നമ്മുടെ ശ്രുതി അറിയുകയും പെട്ടെന്ന് മീരേനെ ഇതെല്ലാം സെറ്റാക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയും ചെയ്യാം. അപ്പം മീര അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ശ്രുതിനെ കണ്ടേ പറ്റൂ, എനിക്ക് കാണണം, എൻ്റെ വൈഫാണ് ശ്രുതി, ഞാൻ അകത്ത് കയറി പോയെന്നോർത്തുന്നത്, എന്താണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞാണ് ദേഷ്യപ്പെടുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തെറിപ്പിക്കും. എൻ്റെ ഭാര്യ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റും. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മീര ഓടി വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, അതെ ശ്രുതി തന്നെയാ വന്നേക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ നവീന, ഓഹോ എങ്കിൽ പിന്നെ ആളെത്തിയല്ലോ, എന്നാ പിന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ ആളിനോടങ്ങ് പറയാം, അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ എളുപ്പം. അപ്പോഴത്തേക്കാണ് ശ്രുതി പറയുന്നത്, പ്ലീസ് നീ ഈ വഴി പുറത്തേക്ക് പോ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, ക്യാഷ് ഞാൻ പിന്നെ തരാം, ദയവ് ചെയ്ത് ഇപ്പം നീ ഒന്ന് പോ പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാല് പിടിക്കാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ നവീൻ പറഞ്ഞു, അതായത് ആ PA പറഞ്ഞു, ഞാൻ ഇപ്പം പോകാം, പക്ഷേ എൻ്റെ 1 ലക്ഷത്തിൻ്റെ കാര്യം നീ മറക്കരുത്. ഇല്ല, ഞാൻ മറക്കില്ല, ഞാൻ തരാന്ന് പറഞ്ഞല്ലോ, പ്ലീസ് ഇപ്പം ഇവിടെ നിന്ന് പോയി താ പ്ലീസ്. നവീനല്ല കേട്ടോ, ദാസാണ് കേട്ടോ, ദാസ്, സോറി എനിക്ക് പേര് മാറിപ്പോയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദാസ് ഒരു വിധത്തിൽ അങ്ങ് പോയി. ശ്രുതിക്ക് ആശ്വാസമായിട്ടോ. എങ്കിലും ആശ്വാസം തീരുമാനിക്കാൻ സമയമായിട്ടില്ല. നമ്മുടെ ശ്രുതി അവിടെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പം ഈ പുറകിലത്തെ വഴിയാണ് നമ്മുടെ ദാസ് ഇറങ്ങി പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുക. എൻ്റെ ഭാര്യനെ കാണരുതെന്ന് പറയാം, നിങ്ങൾക്ക് എന്താണ് അവകാശം, ഞാൻ എൻ്റെ ഭാര്യനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന്. അപ്പോഴത്തേക്ക് പുറകിലത്തെ വാതിലല്ല, സൈഡിലത്തെ വാതിലൂടെയാണ് നമ്മുടെ ദാസ് കടന്നു പോകുന്നത്. അപ്പം ദാസ് വഴക്കുണ്ടാക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ സൈഡിലൂടെ പോകുമ്പോൾ. നമ്മുടെ ദാസ് എന്താ ചെയ്യുന്നത്, ഒരു ഫോൺ എടുത്ത് അറിയാതെ ചെവിയിൽ വെച്ചിട്ട് സൈഡിലൂടെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ നിന്റെ ജോലി നോക്കടി, ഞാൻ എൻ്റെ ഭാര്യനെ കാണാൻ കയറി പോകും, ഞാൻ പോയി കണ്ടിരിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഏതായാലും ആ സമയത്ത് നമ്മുടെ ദാസ് അവിടെ നിന്ന് പോയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് അകത്ത് കയറി വന്നിട്ട്, ഇതാര് ശ്രുതിയോ, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്നെ പോലും അകത്തേക്ക് കടത്തി വിടുന്നില്ലല്ലോ, നീ ഇവിടെ വർക്കുമായിട്ട് തിരക്കാണെന്ന് ആണല്ലോ പറഞ്ഞത്. അത് പിന്നെ കസ്റ്റമേഴ്സ് അപ്പുറത്തുണ്ട്, ശ്രുതിക്ക് പറഞ്ഞിട്ട് വന്നാൽ എന്താ, അതല്ലേ. അല്ല, ചില കസ്റ്റമേഴ്സിന് ജെൻസ് വരുന്ന ഇഷ്ടപ്പെടില്ല. അല്ല ശ്രുതി എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ ആരോടൊക്കെ ചോദിച്ച് പണം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്തിനാ ഇപ്പം ശ്രുതിക്ക് പണം? അത് കാനഡ ഇപ്പൊ 14 ലക്ഷം രൂപ വേണ്ടേ? ശ്രുതി ബാങ്കിൽ ചെന്ന് ചോദിച്ചു. ജോലി ഇല്ലാത്ത നിനക്ക് എങ്ങനെ ലോൺ തരുന്ന അവരൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ കൊണ്ടാ ശ്രുതിയോട് ജോലിക്ക് പോകാൻ ഞാൻ പറയുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, ഒരു നിലയും വിലയും കാണില്ല. അല്ല, കാനഡയിൽ എനിക്ക് ജോലി കിട്ടിയില്ലോ, ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് പണമില്ലാത്തതിന്റെ പേരിൽ അത് ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല. ഏജൻസിയിൽ പണം കെട്ടേന്റെ ഡേറ്റ് അടുത്ത് വന്നിരിക്കുക. നീ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു 14 ലക്ഷം രൂപ എനിക്ക് മേടിച്ചു തരൂ പ്ലീസ്. ഒരു 14 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അല്ല, എൻ്റെ അച്ഛൻ ജയിലല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ പൈസ മേടിച്ചു തരും? അല്ല, ജയിലിലാണെങ്കിലും അക്കൗണ്ടിൽ പൈസ കാണൂലോ. ഓ ശ്രുതി, അച്ഛന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുക. അല്ല എങ്കിൽ നിന്റെ ഇളയച്ചനോട് പറ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണൂലോ, അദ്ദേഹത്തിനോട് ആരോടെങ്കിലും മേടിച്ചു തരാൻ പറ. എന്താ ശ്രുതിയെ ടോർച്ചർ ചെയ്യണോ? പണം പണം പണം, എല്ലാവർക്കും വേണ്ടത് പണമാ. ഞാൻ എന്താ മരം കഴിക്കുന്നതാണോ? അല്ല സോറി, പണം കഴിക്കുന്ന മരമാണോ? എല്ലാവരും എന്തിനാ എന്നോട് ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നത്? ഒരു സമാധാന തരത്തിൽ എന്ന് പറഞ്ഞാല്. അല്ല ശ്രുതി, നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ എന്തിനാ ഇതിനിങ്ങനെ ഒച്ച വെക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? അല്ല, വേറെ ആരാ നിന്നോട് പണം ചോദിച്ചത്? ഞാൻ നിന്നോട് പണം ചോദിച്ചത് ഇപ്പോഴല്ലേ, ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും ചോദിച്ചോ? അപ്പോഴത്തേക്ക് മീര പറഞ്ഞു, അല്ല പലരും ഇവളോട് ഇങ്ങനെ പല ആൾക്കാരും ഒക്കെ കടം ചോദിക്കുന്നുണ്ട്, അതാ പറഞ്ഞത്. ഓ അതാണോ? അല്ല ശ്രുതി, നീ
എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. നീ എന്റെ സിറ്റുവേഷനാ സുധി മനസ്സിലാക്കേണ്ടത്. ക്യാഷ് സംഘടിപ്പിച്ച് തരാൻ പറ്റുമായിരുന്നെങ്കിൽ 7 പണ്ടം ഞാൻ തരുമായിരുന്നു. ഇതിപ്പം വേറെ ജോലി കണ്ടെത്താൻ പറഞ്ഞാല് സുധി കേൾക്കുന്നുമില്ല. അല്ല, എനിക്ക് ജോലി കിട്ടിയല്ലോ, പിന്നെന്തിനാ ഇനി ഞാൻ വേറെ ജോലി അന്വേഷിക്കുന്നത്? ശ്രുതിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രുതി ശ്രുതിയെ ഇറങ്ങിപ്പോ. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഒരു സമയത്തല്ലേ നീ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ല, ഈ ഒരു സമയത്തും അല്ല, വേറെ ഒരു സമയത്തും അല്ല. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ വയ്യ ക്യാഷിന് വേണ്ടി. ശ്രുതി എന്നോട് ക്യാഷ് ചോദിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ശ്രുതിക്ക് ക്യാഷ് വേണമെങ്കിൽ ശ്രുതി പോയി അമ്മയോട് ചോദിക്കുക. അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് കിട്ടുമോ എനിക്ക്? അമ്മയ്ക്ക് ഒരു വീടുണ്ടല്ലോ. ആ വീട്, ആ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ടാണല്ലോ അങ്കിള് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തത് അല്ലേ? അതേ പ്രമാണത്തിന് മേൽ ഒരു 14 ലക്ഷം രൂപ ലോൺ എടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ലല്ലോ. 14 ലക്ഷം എന്നല്ല, വേണമെങ്കിൽ 30 ലക്ഷം രൂപ വേണമെങ്കിലും കിട്ടും. സുധി പോയി അമ്മയോട് ചോദിക്കുക. സുധിയുടെ അമ്മയ്ക്ക് സുധീനെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? സുധിക്കും ഭയങ്കര ഇഷ്ടമാണ്. സുധി പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുവാണെങ്കിൽ കിട്ടി. കിട്ടും, അത് ഉറപ്പായ കാര്യം തന്നെയാ. ആ അത് ശരിയാ. നീ ഇപ്പം നല്ല ദേഷ്യത്തിലാ. എനിക്ക് ഏതായാലും നിന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോടൊന്ന് പോയി ചോദിക്കട്ടെ. ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല, ഞാനേ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇറങ്ങി കേട്ടോ. സുധിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയല്ലോ. ഏതായാലും ആ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കാന്ന് ഓർത്തിട്ട് നമ്മുടെ സുധി ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ മീര പറഞ്ഞു, എടി സുധി ഈ കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമാവില്ലേ? പ്രശ്നം ആകുകയാണെങ്കിൽ ആവട്ടെ, എന്നോട് ഇനി കാശ് ചോദിക്കാൻ പാടില്ല മീര, പാടില്ല. അതിന് ഇതേ ഒരു പോം വഴിയുള്ളൂ, വേറൊരു പോം വഴിയില്ല. ഞാൻ മടുത്തു. ക്യാഷ് ക്യാഷ് ക്യാഷ്, 4 സൈഡിൽ നിന്ന് ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം വന്നിങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. ഈ സമയത്താണ് ചന്ദ്രോദയത്തേക്ക് നമ്മുടെ സുധി കയറി വരുന്നത്. അവിടെയാണെങ്കിൽ രവീന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ എവിടെയായിരുന്നു? വീണ്ടും പാർക്കിൽ പോയി കിടന്നുറങ്ങാൻ തുടങ്ങിയോ? അത് പിന്നെ അച്ഛാ, ഞാൻ പാർക്കിലൊന്നും പോയതല്ല, ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോയതാ. എനിക്ക് ഒത്തിരി പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവര് ജോലി തരുന്നില്ല. ഓഹോ, അത് കൊള്ളാലോ. എന്നാ പിന്നെ പോകുന്നിടത്ത് നിനക്ക് 2 ഡിഗ്രി കുറച്ച് പറയത്തില്ലേ? ഓഹോ, അങ്ങനെ കുറച്ച് പറയാനാണെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചത്? അല്ല, കൂടുതലായിട്ട് പഠിച്ചോണ്ടാണല്ലോ ജോലി കിട്ടാത്തത്, പിന്നെ എന്ത് ചെയ്യാനാ? ആ എന്റെ പഠിപ്പിനൊത്ത ഉള്ള ജോലി കിട്ടിയിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങ് കാനഡയിലെ ജോലിനെ കുറിച്ചാണ് നീ പറയുന്നത്? ആ ജോലിക്ക് പോണെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ വേണ്ടേ സുധി? വേണം. അല്ല അച്ഛാ, അമ്മ എവിടെ? എനിക്ക് അമ്മയോട് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മേ അമ്മേ അതല്ല, എടാ എടാ ഞാനൊന്ന് പറയട്ടെടാ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. അച്ഛാ, ഞാൻ ആദ്യം പറയുന്നത് കേക്ക്, ഞാൻ അമ്മയോട് കാര്യം പറയട്ടെ. അമ്മേ അമ്മേ ഒന്നിങ്ങ് വന്നേ. അമ്മ ഇത് എവിടെ പോയി കിടക്കുക? അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി സച്ചി കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചല്ല, ബാഗും തൂക്കി എന്നും ഇറങ്ങുന്നുണ്ടല്ലോ, ഇന്നും ജോലി കിട്ടിയില്ലേ? ആ ജോലി ചെയ്യുന്നത് ഒരു ജോലിയായിട്ട് എടുത്ത വല്ല സ്ഥാപനം ഉണ്ടെങ്കിലേ ചിലപ്പോൾ നിന്നെ പോലെയുള്ളവർക്ക് ശമ്പളം കിട്ടും. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ മിണ്ടാതിരിക്കടാ, ജോലി ഇല്ലാത്ത വിഷമത്തിലല്ലേ, ഓരോന്ന് അവനെ പറഞ്ഞ് സങ്കടപ്പെടുത്തല്ലേ. അയ്യോ, എങ്ങനെ ജോലി കിട്ടും? തൊഴിലാളിയാകണം എന്നുള്ള മാനസികാവസ്ഥയിൽ പോണം, അല്ലാതെ മുതലാളിയാകാൻ പോയാൽ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ സച്ചി, നീ മിണ്ടാതിരിക്കേ, എനിക്ക് എന്റെ അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ട. അപ്പം ചന്ദ്രേ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അത് പിന്നെ എനിക്കിപ്പം ബ്രേക്ക് നഷ്ടപ്പെട്ട കാറ് പോലെയാ പോകുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ആക്സിലിൽ നിന്ന് കാർ എടുത്തിട്ട് പത്തിക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് പത്തിയെ പോയിട്ട് പത്തിയെ പോണം കേട്ടോ. അപ്പം നല്ല പത്തിയെ പോകും. എടാ, നീ എന്താ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണോ? അല്ല, നീയാണല്ലോ പറഞ്ഞത് നിനക്ക് ബ്രേക്ക് ഇല്ലാതെ പോവുകയാണ്, അത് നിർത്താൻ പറ്റുന്നില്ലെന്ന്. എടാ പൊട്ട, ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എങ്ങനെയെങ്കിലും നിർത്താം, പക്ഷെ നിന്നെ നിർത്താൻ പറ്റത്തില്ല. നീ ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്റെ പൊന്ന് സച്ചി, നീ എന്തിനാ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ കാറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി മിണ്ടാതിരിക്കുക, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പറ സുധി. അത് പിന്നെ എനിക്ക് ഇനി ജോലി അന്വേഷിച്ച് നടക്കില്ല അച്ഛാ, പറ്റില്ല അച്ഛാ, സോറി, ഇനി എനിക്ക് ജോലി അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല അച്ഛാ. കാനഡയിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതാ എന്റെ തീരുമാനം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, മോനെ എന്താ പറ്റിയത്? അല്ല, അമ്മേനെ വിട്ട് നീ ഇത്രയും ദൂരം പോണോ? അവിടെ പോയി ജോലി ചെയ്യണോ? അത് പിന്നെ എന്റെ പഠിപ്പിനൊത്തി ഒരു ജോലി ഈ നാട്ടിൽ കിട്ടുന്നില്ലെന്നേ. ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ സച്ചി വീണ്ടും പറയാം, പഠിപ്പിനൊത്ത ജോലി തന്നെ വേണമെന്ന് എന്താ ഇത്ര വാശി? കിട്ടുന്നത് ഏത് ജോലിയാണോ അത് തന്നെ ചെയ്താൽ പോരെ? അത് തന്നെ ചെയ്ത് പടിപടിയായിട്ട് ഉയരത്തില്ലേ?
ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ പൂ കെട്ടുന്ന ജോലിയാണോ നീ ഉദ്ദേശിച്ചത്? എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്ക് അറിയാമോ സച്ചി? അതൊന്നും അറിയാതെ നീ ഇവിടെ കിടന്ന് സംസാരിക്കരുത്. പിന്നെ എന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ സച്ചി. എന്നിട്ടാ അല്ല, നിനക്ക് ഭയങ്കര അറിവാണല്ലോ, പിന്നെന്താ സുധി നിനക്ക് ജോലി കിട്ടാത്തത്? ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ജോലിയല്ല. അതാ എനിക്കും പറയാനുള്ളത്. നന്നായിട്ട് അധ്വാനിക്കണം നീ. നിനക്ക് അധ്വാനിക്കാൻ പറ്റുമോ? അത് പിന്നെ സച്ചി, ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം, നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അത് പിന്നെ എനിക്ക് ക്യാനഡയിൽ ജോലിക്ക് പോയേ പറ്റൂ അച്ഛ. പ്ലീസ് അച്ഛ, എന്റെ ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യണം. പ്ലീസ് അച്ഛ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടണം ക്യാനഡയില്. ആഹാ, അല്ല ഞാനൊരു കാര്യം ചോദിക്കടാ, നീ അച്ഛനോട് പറയുന്നത് എന്തിനാ? നീ ജോലിക്ക് പോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ എന്തിനാ സച്ചി ഇടയ്ക്ക് കയറി പറയുന്നത്? ഈ സ്വഭാവം കൊണ്ടാ എന്റെ മറ്റേ മക്കള് വിട്ടിട്ട് പോയത്. രണ്ടും കണക്കാ. അപ്പോഴത്തേക്ക് സച്ചിയല്ല രേവതി പറഞ്ഞു, ഇതെന്താ അമ്മ എന്റെ കാര്യവും കൂടി എടുത്ത് ഇവിടെ പറയുന്നത്? രണ്ടും ബെസ്റ്റാണ് പോലും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ അമ്മേനെ എന്തെങ്കിലും ചെയ്തോ? രണ്ടും ബെസ്റ്റാ, രണ്ടും കണക്കാ എന്നൊക്കെ പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ? പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഞാന്. അപ്പൊ എന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വിട്ടുകൊടുക്കില്ല. എന്നിട്ടും ശ്രുതിയുടെ അച്ഛനും കൂടുതൽ അടിയൊന്നും കൊടുത്തില്ല. അതെനിക്കറിയാം. മുമ്പത്തെ പോലെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൈയും കാലും ഒടിച്ച് ഏതെങ്കിലും മൂല കിട്ടേനെ എന്റെ കെട്ടിയ വർഷയും ശ്രീകാന്തും ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അവരുടെ അച്ഛനും അമ്മയും തന്നെയാ, അല്ലാതെ ഞാനും എന്റെ ഹസ്ബൻഡും അല്ല. ഓഹോ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ? കൈയും കാലും ഒടിക്കുന്നു. ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടതേ ഇവനെ ഇളക്കി വിടുന്നത്. ഇവള് പറയുമ്പം ഈ സച്ചു വിചാരിക്കും ഞാൻ ഭയങ്കര ഹീറോ ആണെന്ന്. അപ്പൊ മുന്നിൽ കണ്ടവരെയൊക്കെ അടിക്കാൻ തോന്നും. അതെ അമ്മേ, ഞാൻ ഹീറോയും അല്ല വില്ലനും അല്ല. തെറ്റ് കണ്ടാൽ ഞാൻ ചോദിക്കും, വേണമെങ്കിൽ രണ്ട് തല്ലുകയും ചെയ്യും. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, നീ എന്റെ പ്രശ്നം പറയാൻ വിടറ, അല്ല നിങ്ങളുടെ പ്രശ്നം പറയാതെ അത് നിന്റെ അമ്മയോട് പറ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങളൊന്ന് നിർത്തിക്കേ, അവൻ കാര്യം പറയട്ടെ. അത് പിന്നെ അമ്മേ, ക്യാനഡയിലെ ജോലിക്ക് പോയ ലക്ഷങ്ങളാ ശമ്പളം കിട്ടുന്നത്. ജോലിക്ക് ചേരണമെങ്കിലേ 14 ലക്ഷം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ 14 ലക്ഷം, ആ 14 ലക്ഷം എങ്ങനെയെങ്കിലും അമ്മ എനിക്ക് ഏർപ്പാടാക്കി തരണം. ഏ നീ 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 എന്താണ് ഈ പറയുന്നത്? ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ ഏർപ്പാട് ചെയ്യുന്നത്? ആഹാ, ശരിയായല്ലോ. അല്ല, നീ പറയുന്നത് കേട്ടാ തോന്നും എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബാങ്ക് ഉണ്ട് എന്ന് സച്ചിൻ പറയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സുധി നിനക്ക് നിന്റെ അമ്മയുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് അറിയാലോ, പിന്നെ എങ്ങനെയാണ് ഈ 14 ലക്ഷം രൂപ കിട്ടുന്നത്? അത് പിന്നെ അമ്മ തരണമെന്ന് മനസ്സ് വെച്ചാൽ നടക്കും. അത് നടക്കും, അത് ഉറപ്പായ കാര്യമാണ്. അമ്മ തരണമെന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആകാശത്ത് നിന്ന് പൊട്ടി വീടുവോ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഞാൻ എങ്ങനെയാ ക്യാഷ് തരുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. അത് പിന്നെ അമ്മയുടെ കയ്യില് നമ്മുടെ ഈ വീടുണ്ടല്ലോ, ഈ വീട്. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായിട്ടോ. എന്നിട്ട് സച്ചി മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു, ഈ വീട് പണയപ്പെടുത്തി ക്യാഷ് എനിക്ക് മേടിച്ചു തരുമോ? 14 ലക്ഷം രൂപ. ഇത് കേട്ടതും ചന്ദ്രയുടെ കണ്ണിങ്ങനെ ബ്ലങ് എന്ന് പറഞ്ഞ് ചാടി വന്നുട്ടോ വെളിയിലേക്ക്. അപ്പൊ സച്ചി പറഞ്ഞു, അതെ അച്ഛാ, അച്ഛന്റെ 50 ലക്ഷം പോയി. ഇനിയിപ്പൊ ഇവന് ഈ വീട് നശിപ്പിക്കണം. അയ്യോ, 14 ലക്ഷത്തിന്റെ ആവശ്യം വന്നപ്പം ഇവന്റെ കണ്ണ് എന്താ ഈ വീട്ടിൽ പതിഞ്ഞില്ലെന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷെ ഇപ്പൊ ഓക്കെയായി, പൂർത്തിയായി. ഈ വീടുള്ളപ്പം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നത് എന്തിനാന്ന് ഇവൻ ചിന്തിച്ചു കാണും. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, ശരിയാ, അതെ, ഈ വീടുള്ളപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രമാണം പണയം വെച്ചിട്ട് കുറച്ച് പൈസ താ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, അല്ല ഞാന് ഈ വീട് പണയം വെച്ചിരിക്കുന്നത് സച്ചിക്ക് വേണ്ടിയല്ലേ? അത് പണയം വെച്ചതല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഇനി പൈസ എടുക്കാൻ പറ്റും? അത് പിന്നെ അത് അച്ഛൻ അറിയില്ലേ, ഒരു 14 ലക്ഷമൊക്കെ ഇനി എടുക്കാൻ പറ്റും. അതൊക്കെ ഈസി ആയിട്ട് കിട്ടും. 10 ലക്ഷം അല്ലേ എടുത്തുള്ളൂ. അമ്മയൊന്ന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ലോണിന് അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ 14 ലക്ഷം രൂപ കിട്ടും. ഞാൻ കാനഡയിൽ ചെന്നാല് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നീ അവിടെ ചെന്ന് അവിടെ തന്നെ സ്ഥിരതാമസമാക്കും, പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരില്ല. ഒരു 50 ലക്ഷം നിന്റെ കണക്കിലുണ്ട്, അത് തിരികെ തരുമെന്ന് അമ്മയുടെ തലത്തോട്ട് സത്യം ചെയ്താ. എന്നിട്ട് ഇതുവരെ ഒരു 100 രൂപ പോലും തിരികെ തന്നിട്ടില്ല. എന്നിട്ട് നിനക്ക് ഇനി 14 ലക്ഷം രൂപ വേണോ അല്ലേടാ? അത് പിന്നെ മുമ്പ് ഞാൻ മേടിച്ച ക്യാഷും ഇപ്പൊ ഞാൻ മേടിക്കുന്ന ക്യാഷൊക്കെ ചേർത്ത് ഞാൻ തിരികെ കൊടുക്കും, അത് ഉറപ്പാ. അമ്മയാണ് സത്യം. ഇതൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് ദേഷ്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സുധീനെ തന്നെ. അപ്പൊ സുധി വീണ്ടും ചോദിച്ചു, അല്ല അമ്മ എന്റെ ഇങ്ങനെ നോക്കുന്നത് എന്നെ വിശ്വാസമില്ല. ഇവിടെ എല്ലാവരും എന്നെ പരിഹസിക്കുമ്പോഴും അമ്മ എന്നെ ചേർത്ത് പിടിക്കാറുണ്ടല്ലോ. ഞാൻ ഉയർന്ന നിലയിൽ എത്തണമെന്ന് അമ്മ എന്നും പറയാറില്ലേ? അപ്പൊ പിന്നെ എനിക്ക് പൈസ തന്നൂടെ അമ്മേ? എനിക്ക് ഈ ക്യാഷൊക്കെ പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റും. കാനഡയിലെ ജോലി എന്ന് പറഞ്ഞാൽ എന്താന്ന് അമ്മ വിചാരിച്ചത്? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല എന്നൊക്കെ കൈയൊക്കെ പിടിച്ചങ്ങ് നെഞ്ചോട് ചേർത്ത് വെക്കണം. എന്നിട്ട് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും.
അത് ഉറപ്പായ കാര്യമല്ലേ, അമ്മ വിചാരിക്കമ്മേ, പ്ലീസ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കടന്നു വരുന്നത്. ശ്രുതി ഇത് കണ്ടോണ്ടാട്ടോ വരുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ കടന്നു വന്നിട്ട് എന്താ എന്താ ശ്രുതി, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാരും എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കാന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, സീരിയസ് ആയിട്ടല്ല സംസാരിക്കുന്നത്, നിന്റെ കെട്ടിയവൻ കോമഡി പറയാൻ. നിന്റെ കെട്ടിയവന് കാനഡയിൽ പോകാന് അത് അതിന് അമ്മയോട് വീട് വിറ്റിട്ട് 14 ലക്ഷം രൂപ കൊടുക്കണം. ഇത് വലിയ കോമഡി അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞ അതൊക്കെ ശ്രുതിക്കറിയാം. ശ്രുതിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ പോയി പറഞ്ഞപ്പോഴത്തേക്കും അവളാ പറഞ്ഞത് അമ്മയോട് പൈസ ചോദിക്കാനായിട്ട്. അല്ലാതെ ഇത് ശ്രുതിക്ക് അറിയാതെ ഒന്നും അല്ല ചെയ്യുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് വീണ്ടും തള്ളി വന്നു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ആന്റി, ശ്രുതി വന്നൊരു 14 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ക്യാഷ് ഇല്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാലോ. എൻ്റെ കയ്യിലൊരു 5 പൈസ എടുക്കാനില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും അമ്മേ ഇന്ന് തന്നെ ബാങ്കിൽ പോയി ചോദിക്കട്ടെ ഞാൻ, പ്ലീസ് അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ മിണ്ടുന്നില്ല കേട്ടോ. വീണ്ടും ചന്ദ്രയുടെ കണ്ണിങ്ങനെ മറ്റേ ഈ സ്പ്രിങ് ഇട്ടിട്ട് വെളി വരുന്നിരിക്കുമല്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം അങ്ങോട്ട് മാറിയില്ലേ. എന്താടാ നീ ചോദിച്ചത്? ഈ വീട് പണയം വെച്ചിട്ട് അതിന്റെ പൈസ ഞാൻ നിനക്ക് തരണം എന്നല്ലേ? ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് തന്നിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണോടാ? അതിനാണോടാ നീ ഇതൊക്കെ പറയുന്നത്? കൊള്ളാലോടാ നീ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം. ഇതുപോലത്തെ ദേഷ്യം നമ്മുടെ ശ്രുതിയോട് കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലട്ടോ. അതുമാതിരിയുള്ള ദേഷ്യമാണ് ശ്രുതിയോട് കാണിക്കുന്നത്. അപ്പൊ ശ്രുതി ചോദിച്ചു, അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാടാ ഞാൻ പറയേണ്ടത് നിന്നോട്? ഞാൻ നിന്നോട് പറയണം? നിനക്ക് 14 ലക്ഷം രൂപ വേണം പോലും. 14 ലക്ഷം രൂപ എളുപ്പമാണല്ലോ. എടാ, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് വന്ന് ചേർന്നുമില്ല. എന്നിട്ടിപ്പം നിനക്ക് പൈസ വേണം പോലും. പൈസ തരണോടാ ഞാൻ നിനക്ക് തരണോടാ. എനിക്ക് ആകെയുള്ളത് ഈ വീടാ. ഈ വീട് വിറ്റിട്ട് ഞാൻ നിനക്ക് തന്നിട്ട് ഞങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണോടാ? അതാണോടാ നിനക്ക് വേണ്ടത്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പൈസ ചോദിച്ചെന്ന് ഓർത്തോണ്ട് അമ്മ ഇതുവരെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. ദേഷ്യപ്പെട്ടിട്ടില്ല, അത് ശരിയാ. പക്ഷേ നീ എന്റെ തലമറന്ന് എണ്ണ തേക്കരുത്. അല്ല അമ്മ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ, എന്നിട്ട് എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ? അമ്മയുടെ സ്വഭാവം എന്താ ഇത്ര പെട്ടെന്ന് മാറിയത്? ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എന്റെ വീട് പണയം വെച്ച ഓരോരുത്തർക്കും ഞാൻ പൈസ തരാൻ പോകുന്നില്ല. ഇനി മേലാൽ ഈ ചോദ്യമായി എന്റെ മുമ്പിൽ വരരുത്. പിന്നെ കാനഡയിൽ പോയി തന്നെ സമ്പാദിക്കണം എന്നൊന്നും ഇല്ലല്ലോ. ഈ നാട്ടിലും നിനക്ക് സമ്പാദിക്കാലോ. നിനക്ക് ഞാൻ നല്ല എഡ്യൂക്കേഷൻ തന്നിട്ടില്ലേ? അതുകൊണ്ട് നീ ഈ നാട്ടിൽ സമ്പാദിക്കണം, അല്ലാതെ മറ്റു നാട്ടിൽ പോയി സമ്പാദിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്രയുടെ ഈ ഒരു മുഖം നമ്മുടെ സച്ചി കണ്ടിട്ടില്ലല്ലോ. അതും ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് നമ്മുടെ രേവതിനെ നോക്കിയിട്ട് ചിരിച്ചോട് നിൽക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ സച്ചിയെ. കാരണം ഇതുവരെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പൊ രവീന്ദ്രന്റെ മുഖഭാവമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റൂ. രവീന്ദ്രൻ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. ശ്രുതിയാണെങ്കിലോ വെള്ള പിഴുങ്ങി അവിടെ നിൽപ്പുണ്ട് മിണങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ട്. ശ്രുതിക്കാണെങ്കിലും ഒന്നും പറയാനില്ല. ശ്രുതിയും സത്യം പറഞ്ഞ പേടിച്ചുപോയി. അപ്പോഴത്തേക്ക് സച്ചി രേവതിയോട് പറയാ, രേവതി നീ എന്നെ പത്തി ഒന്ന് നുള്ളിക്കേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഞുള്ളിയിട്ടപ്പം പറഞ്ഞു, സ്വപ്നമല്ല അമ്മ തന്നെയാ ഈ പറയുന്നത്. അയ്യോ, എന്റെ അമ്മയുടെ ഒരു പവറ്, ഇത്രയും പവർ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? നമ്മുടെ രവീന്ദ്രനും ആണെങ്കിൽ നിന്ന് ചിരിക്കുവാണ് കേട്ടോ. ശ്രുതിക്കും മാത്രമാണ് അവിടെ കിളി പാറി നിൽക്കുന്നത്. ബാക്കി എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ ചന്ദ്രയുടെ ഈ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മ ചെകിട തടി തന്ന പോലെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, നീ ഉണ്ടല്ലോ ഈ വീട്ടില് കൊടുക്കാനുള്ള പൈസ ആദ്യം കൊടുക്ക്, സമ്പാദിച്ച് ഇവിടെ ജോലി ചെയ്യ എന്നിട്ട് നീ എങ്ങോട്ടേലും പോ. അല്ല, എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നു ഞാൻ കരുതിയതേ ഇല്ല എന്ന് ശ്രുതി. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ എടുത്ത തീരുമാനം മോനെ ശ്രുതി, അത് മാറ്റാൻ ആരും വരണ്ട. അത് ഞാൻ മാറ്റില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. ഈ വീട് നഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ഈ ചന്ദ്ര ജീവിച്ചിരിക്കുന്ന കാലം ഈ വീട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ വീട് ആർക്കും വിട്ടുതരില്ല. എനിക്ക് എന്റെ അച്ഛൻ തന്ന വീടാ, അറിയാമോ നിങ്ങൾക്ക്? എന്റെ അച്ഛന്റെ ആത്മാവ് ഓരോ മൂലയ്ക്കും ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും അദ്ദേഹത്തെയും സഹിക്കുന്നതല്ല. എന്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി, അച്ചച്ചാ
അച്ചച്ചാ, അച്ചച്ചൻ എവിടെയാ അച്ചച്ചാ, അച്ചച്ചാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി മിണ്ടാതിരിക്കടാ, നീ എന്താ ഈ കാണിക്കുന്നത്? അല്ല, ഈ മൂലയിലൊക്കെ അച്ചച്ചനുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഏതേലും മൂലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങി വന്നാലോ. എടാ ഒന്ന് മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു രവീന്ദ്രൻ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി വീണ്ടും കാല് പിടിക്കുക, പ്ലീസ് പ്ലീസ് അമ്മേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതിയുടെ ഒരു ആഗ്രഹമല്ലേ ഇത്, ദേ ശ്രുതി ചോദിക്കുന്നത് കേട്ടോ, ഒന്ന് കൊടുക്ക ആന്റി എന്നിങ്ങനെ ദയനീയ അവസ്ഥയിലാട്ടോ ശ്രുതി പറയുന്നത്. ഏതായാലും ഇത്രയും നേരം നമ്മുടെ ശ്രുതിയാ കേട്ടതെങ്കിൽ പിന്നെ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ശ്രുതിക്ക. അങ്ങനെ ശ്രുതിയോട് പറയാം, ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛന്റെ കയ്യിന്നേ, ജയിലിൽ കിടക്കുന്ന നിന്റെ തന്തയുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചു കൊടുക്കാന്, അല്ലാതെ എന്റെ കയ്യിൽ നിന്നല്ല. അത് പിന്നെ അറിയാലോ എന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വേണ്ട, അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ നിന്റെ അച്ഛൻ, എന്നിട്ട് മേടിച്ചു കൊടുക്കുക. ദേ, അല്ലാതെ എന്റെ വീടിന്റെ പ്രമാണത്തിന് മേൽ 1 രൂപ പോലും ഞാൻ ഇനി മേടിക്കില്ല. ഇവന് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുകയില്ല. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചിക്ക് ചിരിയാട്ടോ. ആഹാ, അത് കൊള്ളാം, ആഹാ, അത് കൊള്ളാം, കലക്കി കലക്കി കലക്കി, ചന്ദ്രയാണ് ഇന്നത്തെ ഫുൾ റോളും കൊണ്ടുപോയത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ സച്ചി പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചന്ദ്ര മുഴുവൻ ശ്രുതിയോടും ആ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ ഞാൻ പൈസ തരില്ല. അപ്പൊ സച്ചി ഇങ്ങനെ കളിയാക്കുന്നത് കേട്ടതും നമ്മുടെ ശ്രുതി പറഞ്ഞു, ദേ അവൻ എന്നെ കളിയാക്കുന്നത് കണ്ടില്ല അമ്മേന്ന്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, കളിയാക്കുമെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് ശ്രുതി നീ നിർത്താൻ നോക്ക്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, എടി ചന്ദ്ര, ഇന്നാടി നീ പക്വതയുള്ളൊരു അമ്മയായിട്ട് ഇവനോട് സംസാരിച്ചത്. അയ്യോ, ഇത് കേൾക്കുമ്പോ എന്റെ പൊന്നു ചന്ദ്രേ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുക. ഇതേ മുന്നിൽ നേരത്തെ ഇങ്ങനെയാണ് നീ സംസാരിച്ചതെങ്കിലേ ഇവൻ ഇപ്പൊ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചാൽ ജോലിക്ക് ചേർന്ന് ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേനെ. അതെ, താമസിച്ചു പോയി ഇവന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ചന്ദ്രേ, നീ ഒറ്റ ഒരുത്തി തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ് കറക്റ്റ് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് വീണ്ടും ദേഷ്യം വരിക. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെയാ. എന്നിട്ട് പറയാ, അമ്മേ, ഒരു 14 ലക്ഷം ഈ മോന് വേണ്ടി. മിണ്ടറല്ല നിന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് വീണ്ടും വീണ്ടും എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും ദേഷ്യപ്പെടുക. ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും എന്റെ മുമ്പിൽ വന്നു നിന്ന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ 100 രൂപ പോലും ഞാൻ തരില്ലെന്ന് പറഞ്ഞല്ലോ. പോട്ടെ, 1 രൂപ പോലും ഞാൻ തരില്ല, പൊക്കം എന്റെ മുമ്പിൽ നിന്ന് മാറി കണ്ടം വഴി ഓടിക്കോടാന്നുള്ള രീതിയിലാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. ഇപ്പം ബാക്കി വിശേഷമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ ഇന്നലെ ഒന്നും നമുക്ക് വിശേഷം ഇടാൻ പറ്റിയിരുന്നില്ല. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഒരു ദിവസത്തെ ഗ്യാപ്പല്ലേ ഞാൻ എടുത്തുള്ളൂ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടുത്തത് നമ്മുടെ ദയനയുടെയും മാതൃശ്രീയുടെയും കഥയാണ്, അതുമായിട്ട് കാണാം. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരെ. ടാറ്റാ, ബൈ ബൈ.